സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് നമ്മുടെ മലയാളികളല്ലാത്ത കുറച്ച് പേരാണ്. ഫസ്റ്റ് ഡേ ഞാൻ ഈ ലൈൻ പറയുമ്പോൾ രാജ് സാർ പറഞ്ഞതാണ് ഇതിൻ്റെ ടൈറ്റിൽ സുലോചന ഫ്രം സോമേശ്വറാണ്. ഫുൾ അങ്ങനെ തന്നെ. അതിൻ്റെ പിന്നെ അതിന് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ സു ഫ്രം സോ ആക്കി. മലയാളം ഇൻഡസ്ട്രിയോട് എന്താ ഇത്രയും ഒരു ഇഷ്ടമുള്ളത്? ഇവിടെ നല്ല ക്വാളിറ്റി സിനിമ എപ്പോഴും ഇവിടെ വെൽക്കമിങ് ആണ്. ഇവിടുത്തെ ആൾക്കാർ നല്ല വെൽക്കമിങ് ആണ്. The responses which are coming for the movie, for that, like we are speechless right now. Like we can't explain it in words. Right, like we are I can't explain it. Like അപ്പം ഞങ്ങൾ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ ഒരു 9 AM ആകുമ്പോൾ 8:45 വരും. എന്നിട്ട് വൈകുന്നേരം പക്ഷെ അതാണ് that's the thing, ജോബേ അല്ലായിരുന്നു. I was having so much fun. Like even him, like we were talking about this. നമ്മൾ എത്ര ഈവനിങ് ആയാലും ഈ സീനോടെ തീർത്തിട്ട് പോകാം, ഈ ഒരു സീനോടെ തീർത്തിട്ട് പോകാം. So it was exciting. This is not a producer director അങ്ങനത്തെ റിലേഷൻ ഒന്നുമല്ല. We wanted to make a great film together. And he had a very good idea. The way he trained actors, എല്ലാ ആക്ടേഴ്സും പുതിയ ആക്ടേഴ്സ് ആണ്. സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് നമ്മുടെ മലയാളികളല്ലാത്ത കുറച്ച് പേരാണ്. സു ഫ്രം സോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ രാജ്ബി ഷെട്ടി, പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ രാജ്ബി ഷെട്ടി, ആൻഡ് ഡയറക്ടർ JP, ആൻഡ് ആക്ടർ ഷാനിൽ, ആൻഡ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സന്ദീപ്. വെൽക്കം ടു സിനിമാ പ്രാന്തൻ. അപ്പം രാജ്ബി സാറിൻ്റെ ഓൾമോസ്റ്റ് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മലയാളം ഇൻഡസ്ട്രിയോട് എന്താ ഇത്രയും ഒരു ഇഷ്ടമുള്ളത്? അങ്ങനെയൊന്നുമില്ല. ഇവിടെ നല്ല ക്വാളിറ്റി സിനിമ എപ്പോഴും ഇവിടെ വെൽക്കമിങ് ആണ്. ഇവിടുത്തെ ആൾക്കാർ നല്ല വെൽക്കമിങ് ആണ്. എൻ്റെ ആദ്യത്തെ ഇവിടെ വലിയ റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത് ഗരുഡഗമന ഋഷിഭവാഹന. അതിനു മുമ്പ് ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട്, എന്താ ഒന്ന് മുട്ടേക്കത്തെ. അതിവിടെ റീമേക്കായി തമാശ പറഞ്ഞിട്ട്. സോ എപ്പോഴും ഒരു നല്ല പടത്തേക്ക് അത് ബൗണ്ടറീസ് ക്രോസ് ചെയ്തിട്ട് പോകാനുള്ള ഒരു ഇതുണ്ട്, ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പടങ്ങൾ അങ്ങനത്തെ പടങ്ങളിൽ നിന്ന് നമ്മുടെ വിചാരമാണ്. സോ അറിയില്ലേ, സോ ദാറ്റ്സ് ദ റീസൺ ലൈക്ക് വി ഗെറ്റ് ഇറ്റ് ഹിയർ. അപ്പോൾ ഈ സു ഫ്രം സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ആ ഒരു തീരുമാനം എന്തായിരുന്നു? അങ്ങനെയൊന്നുമല്ല. ഈ പടം ഉണ്ടാക്കാൻ നമുക്ക് ഏതെല്ലാം റോൾ എടുക്കുന്ന അത് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ് ആദ്യത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് somebody wrote the script and they pitched it to the producer. That is not the story with this film. This is one team. This team is formed before ഒന്നു മുട്ടയക്കത്തെ. അതിന് മുമ്പ് ഒന്നു മുട്ടയക്കത്തെ റിലീസായ 2017 അതിന് മുമ്പ് തന്നെ ഇവർ നമ്മുടെ ടീം തന്നെ. സോ JP അവർ എപ്പോഴും ഒരു നല്ല നെറേറ്ററാണ്. അവർ ഒരു കഥ പറയുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയിൽ നന്നായിട്ട് പറയുന്ന ഒരു ഇതുണ്ട്, എബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു എബിലിറ്റി, നെറേറ്റീവ് എബിലിറ്റി എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവും. ഈവൻ ഹി വാണ്ടഡ് ടു ബി എ ഡയറക്ടർ. സോ ദാറ്റ്സ് ദ റീസൺ ലൈക്ക് ഹി ഡെവലപ്ഡ് വൺ സ്ക്രിപ്റ്റ്. അത് നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായി, അത് വേറെ ഒരു റീസണിക്ക് വേണ്ടി. പിന്നെ അവർ ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻവോൾവ് ആണ്. അത് എങ്ങനെ വേണു, എന്താ വേണു, അങ്ങനെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ആയി. I hope you understand മലയാളം. അവരുടെ മലയാളം കാസർഗോഡ് മഞ്ചേശ്വര ആ ഭാഗത്തിനാണ് മലയാളം. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ മനസ്സിലാക്കി എടുക്കാം. ഇപ്പം ഇതിൽ പ്രസ് മീറ്റിൽ പറഞ്ഞത് ഒരു 6 years ജേർണി ആണ് ഈ മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ സ്റ്റാർട്ടിങ് ആൻഡ് ഇപ്പം ഈ ഒരു ഫൈനൽ റിസൾട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞ് ത്രൂ ഔട്ട് ജേർണി എങ്ങനെയുണ്ട്? ഇപ്പൊ വരെ സ്റ്റാർട്ട് ആകുമ്പോൾ സന്തോഷമുണ്ടായി. രാജ് സാറിൻ്റെ കൂടെ അല്ല ടീമിലുണ്ട്, പടം ചെയ്യുന്നുണ്ട്, ഇത് ഓക്കെ ആണ്, സ്ക്രിപ്റ്റ് ഓക്കെ ആണ് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അത് സെയിം സന്തോഷം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ആൾക്കാർ കണ്ടിട്ട് നല്ല ഉണ്ട് പറയുമ്പോൾ അതേ സന്തോഷമാണ്. ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സു ഫ്രം സോ. അത് ഞാൻ ആക്ച്വലി സിനിമ കണ്ടപ്പം ഞാൻ ഇതിന്റെ ട്രെയിലർ ഒന്നും കാണാണ്ടാണ് സിനിമ വന്ന് കണ്ടത്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു സിനിമ എന്നുള്ളത്. അപ്പം ഫുൾ എല്ലാം എനിക്ക് ന്യൂ ആയിരുന്നു. ഈവൻ എല്ലാ ക്യാരക്ടേഴ്സ് എനിക്ക് ന്യൂ ആണ്. ഒരു ഐഡിയ ഇല്ലാണ്ട് വന്ന് കണ്ടത്. പിന്നെ പോസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും നോർമലി സെറ്റിൽ നിന്നുള്ള ഫോട്ടോസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല പോസ്റ്റേഴ്സും, ഫുള്ളി ഒരു ഡ്രോയിങ് ടൈപ്പാണ്.
സോ അതെല്ലാം ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ്. സോ ഈ ടൈറ്റിൽ ആൻഡ് ഈ പോസ്റ്റേഴ്സ് ഇതിന്റെയൊക്കെ ഒരു ബാക്ക് സ്റ്റോറി എന്തായിരുന്നു? ടൈറ്റിൽ ഫസ്റ്റ് ഡേ ഞാൻ ഈ ലൈൻ പറയുമ്പോൾ രാജ് സാർ പറഞ്ഞതാണ് ഇതിന്റെ ടൈറ്റിൽ സുലോചന ഫ്രം സോമേശ്വറാണ്. ഫുൾ അങ്ങനെ ഫുൾ അങ്ങനെ തന്നെ. അതിന്റെ പിന്നെ അതിന് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ സു ഫ്രം സോ ആക്കി. പിന്നെ പോസ്റ്ററിന്റെ ഐഡിയ കംപ്ലീറ്റ് രാജ് സാറിനാണ്. എങ്ങനെ വരണം എങ്ങനെ നല്ലതാ സാർ. അത് എന്താ വെച്ചാൽ നമുക്ക് നോർമലി ഇപ്പോൾ സട്ടിൽ കോമഡി നമ്മൾ കുറേ ടൈമിൽ നിന്ന് സട്ടിൽ കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ പാറ്റേണിന്റെ കോമഡി അതെപ്പോഴും ഇൻഡസ്ട്രിക്ക് അത്ര ഗുണങ്ങൾ കിട്ടൂല ഇതിൽ. അപ്പൊ ഇതിൽ കുറച്ചും കൂടി ഒരു നമ്മുടെ ഒരു കാരിക്കേച്ചറിസ്റ്റ് ടോണുള്ള ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് പോസ്റ്ററിൽ എക്സ്പ്രസ് ചെയ്യും, അതാണ് നമ്മളുടെ തമ്മിൽ ഉള്ള ഒരു വലിയ പ്രശ്നമാണ്. സോ അപ്പോൾ നമ്മൾ ആക്ച്വലി വി ഇൻവോൾവ് ആൻഡ് വി ബ്രെയിൻ സ്റ്റോംഡ് ആൻഡ് ദാറ്റ്സ് വെൻ ദിസ് ഐഡിയ കെയിം. വാട്ട് ദിസ് പോസ്റ്റർ ഹാസ് ദ കാരിക്കേച്ചറിസ്റ്റ് ടോൺ. അതൊരു നമ്മുടെ പഴയ ഒരു കാർട്ടൂൺ ഒരു അതിന്റെ സ്റ്റോറിയുടെ പോലത്തെ ഒരു സ്വീറ്റ് ടോൺ അതിലേക്ക് ഇല്ലെങ്കിൽ അതൊരു വെൽക്കമിങ് ഒരു ഫീൽ കിട്ടും. അങ്ങനെ ഈ ഒരു ഡിസൈൻസ് ഡെവലപ്പ് ചെയ്തു. അത് ഇറ്റ്സ് വർക്കിംഗ് ആക്ച്വലി. Devianan. So how did you came to this movie? Initially, when he has finished his first draft of the script of Sulochana from Someshwara, there was a character, the same Raviana. So he needed the person who looks very huge, like entire village, in between entire village people, I have to look huge. So initially I was with him, so he told that you are doing this character. So it was in 2019. From there till here, like 2025, every year I had a doubt that whether I can, whether I am doing this character. So every year I was asking him, is it true that whether I am the same guy doing this character? So finally in 2025, when we shot, 2024 October we shot this film, we started shooting this film. So at that point of time, he called me for a workshop, and from there I was very lucky to be a part of Sulochana and as Raviana. Yeah. So how is the responses coming from all over? Like the responses which are coming for the movie, for that, like we are speechless right now. Like we can't explain it in words. Right? Like we are, I can't explain it. Like for Raviana also, more than that, what is coming for the movie, it is huge for us. So yes, happy. We love Raviana. Huh? We love Raviana. We love Raviana. Which means? Nothing. There was some way of teasing him. It's like, don't tell anyone. We can't even tell that. That's all. Okay. അപ്പൊ സന്ദീപ് ആക്ച്വലി മലയാളി, കന്നഡ മൂവിയുടെ ഒരു ഭാഗമായത് എങ്ങനെയായിരുന്നു? അത് രാജേട്ടൻ കോൾഡ് ക്രിസ്റ്റോ ഇസ് മൈ ഫ്രണ്ട്. ക്രിസ്റ്റോ ആണ് ടെർബോയുടെയും ബ്രഹ്മയുഗത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോ ക്രിസ്റ്റോനെ വിളിച്ച് പ്രോഗ്രാമറെയാണ് ചോദിച്ചത്, പടത്തിന്റെ മൊത്തം സൗണ്ടിങ് മാനേജ് ചെയ്യാൻ, സ്കോറും സോങ്സിന്റെ പ്രൊഡക്ഷനും ഒക്കെ മാനേജ് ചെയ്യാൻ അവൈലബിൾ ആയ ഒരാളെ നോക്കി. അപ്പം ക്രിസ്റ്റോ എന്നെ വിളിച്ച് ചെക്ക് ചെയ്തു, ആരെയും അവൈലബിൾ. അപ്പൊ ഞാൻ വേറൊരു പ്രോജക്റ്റിന്റെ ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റിന്റെ തന്നെ മിഡിലായിരുന്നു. അപ്പൊ ഐ ടോൾഡ് ലൈക്ക് ടൈം ലൈൻ അറിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വെദർ ഐ ക്യാൻ ഡു ഇറ്റ് ഓർ നോട്ട്. അങ്ങനെ ഹി കോൾഡ് മീ, വി സ്പോക്ക് ആൻഡ് ഐ സെൻഡ് ഹിം മൈ ഡെമോസ്. ഞാൻ ചെയ്തിട്ടുള്ള വർക്കൊക്കെ കേട്ട് അയച്ചു കൊടുത്തു. ആൻഡ് ഹി വാസ് ലൈക്ക് യാ ലെറ്റ്സ് ഡു ദിസ്. പിന്നെന്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് വി ഗോട്ട് ഓൺ കോൾ, വി സ്റ്റാർട്ടഡ് ഡിസ്കസിങ് ഐഡിയാസ്. അത് കഴിഞ്ഞിട്ട് ബിനു, like his associate in the project, he called me and narrated me the entire story from start to finish. Like 2 ദിവസമായിട്ട് കോളിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ചിരിക്കാനൊക്കെ തുടങ്ങി, ബിക്കോസ് സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ദാറ്റ് ഈസ് ഹാപ്പനിങ്. അങ്ങനെ അപ്പോഴേ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എനിക്കൊരു വിഷ്വൽ ഐഡിയ ഉണ്ടായിരുന്നു, ഓക്കെ ഇത് ഇങ്ങനെ ആയിരിക്കും പോവുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഫുട്ടേജ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് അധികം എഡിറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫൈനലി കിട്ടിയ എഡിറ്റ് എന്താണോ അത് തന്നെയാണ് ഇപ്പം എല്ലാവരും കാണുന്നത്. അപ്പം ആ എഡിറ്റില് ആദ്യം ഹി ഫ്ലൂ ഡൗൺ ഫ്രം ബാംഗ്ലൂർ. വി സാറ്റ് ഫോർ ലൈക്ക് 2-3 days അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ 2-3 days ഇരുന്നു. ചെറിയൊരു തീമും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു. ഹി വെന്റ് ബാക്ക്. അത് കഴിഞ്ഞിട്ട് ഹി കെയിം ബാക്ക്. സോ ഹി വാസ് ഇൻ he took a hotel here. He was staying there for like 20-30 days, ഒരു 1 month കൂട്ടിക്കോ. അപ്പം ഞങ്ങൾ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ
ഒരു 9 AM ആകുമ്പോൾ 8:45 വരും. എന്നിട്ട് ഓഫീസ് ജോബ് പോലെ തന്നെ. പക്ഷെ അത് അതാണ് ദാറ്റ്സ് ദ തിങ്, ജോബേ അല്ലായിരുന്നു. ഐ വാസ് ഹാവിങ് സോ മച്ച് ഫൺ. ലൈക്ക് ഈവൻ ഹിം, ലൈക്ക് വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ്, നമ്മൾ എത്ര ഈവനിങ് ആയാലും ഈ സീനോടെ തീർത്തിട്ട് പോകാം, ഈ ഒരു സീനോടെ തീർത്തിട്ട് പോകാം. സോ ഇറ്റ് വാസ് എക്സൈറ്റിംഗ്, ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. ഞാനും ആക്ച്വലി പ്രോഗ്രാമിംഗ് ചെയ്ത് ലൈക്ക് ഇറ്റ് കൈൻഡ് ഓഫ് ബിക്കെയിം ലൈക്ക് എ ജോബ്. ഇപ്പൊ എൻജോയ്മെന്റ്, ആ പ്രോസസ് എൻജോയ് ചെയ്യുന്ന പരിപാടിയൊക്കെ മറന്നുപോയിരുന്നു. അപ്പൊ തിരിച്ച് ഹി ഈസ് വെരി ക്യൂരിയസ് ആൻഡ് he has this childlike wonder to, okay, what does that sound do? Okay, what is that, brother? What is this? So I was like, oh shit, ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ പണ്ട്. അപ്പം എനിക്കും ഒത്തിരി ഹെൽപ്പ് ചെയ്തു ക്രിയേറ്റീവ്ലി ഇൻ ദിസ് സ്പേസ് വർക്കിംഗ് ഓൺ ദിസ് ഫിലിം. സോ അങ്ങനെയാണ് നമ്മുടെ സ്കോർ ഉണ്ടായത്. ആൻഡ് സ്കോർ തീർത്തു. പിന്നെ കുറച്ച് ലൈവ് സെഷൻസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു, കുറെ കർണാട്ടിക് വയലൻസ്. പിന്നെ ഞാൻ എൻ്റെ സ്ട്രിങ്സ് മൊത്തം റെക്കോർഡ് ചെയ്തു ഇൻ മിനിമൽ വേ വി ക്യാൻ. അപ്പം സ്കോർ സൗണ്ടഡ് ഗുഡ് ഇൻ ദി എൻഡ്. വി വർ കോൺഫിഡൻറ്റ്. ഐ വാസ് കോൺഫിഡൻറ്റ് ബിക്കോസ് നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ തന്നെ വി വർ ലാഫിങ്. നമുക്ക് ഇമോഷൻ കിട്ടുന്നുണ്ട്. അപ്പം ദാറ്റ് ഇസ് എ ഗുഡ് തിങ് അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇഫ് വി ആർ എൻജോയിങ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ആക്ച്വലി വർക്കിംഗ്, വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. I was confident from പിന്നെ കർണാടകയിൽ ലൈക്ക് ഐ വെന്റ് ഫോർ ദ പ്രിവ്യൂ, ദ പ്രീമിയർ 4 cities പോയി. അവിടെ ചെന്നപ്പം നമ്മുടെ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇവിടെ ചിരി വീഴും, ഇവിടെ ചിരി വീഴും, ഇവിടെ ചെറുതായിട്ട് ചിരി വീഴും, ഇവിടെ ഇത്ര ചിരി വീഴും. ഇത് കണക്കില്ല. തുടക്കം മുതൽ എന്നെ പടപടാന്ന് ഞാൻ happening bro. Shit, am I allowed to curse? No. Okay, I will mute you now. അപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് ഓവർവെൽഡ്. അവസാനം ലൈക്ക് ഞാൻ ബാംഗ്ലൂരിലത്തെ സീനോട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം ലീവിംഗ് ബൈ. ഐ വെന്റ് ടു ചെന്നൈ ഫോർ ദ മലയാളം തിയേറ്റർ മിക്സ്. ഈ ഒരു പ്രിവ്യൂ കൂടെ കഴിഞ്ഞപ്പം ഡബിൾ ഹാപ്പി. I'm happy because this film is super important for me. I think obviously for Lighter Buddha films as well, because like everybody worked really hard. I only know them for like 1 month, but എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം they are one of the most passionate cinema loving artists ever. When everybody is passionate about something, the result will come out good, right? Like irrespective of whatever the situation is, everybody working on something super hard, അതിന്റെ റിസൾട്ട് വരുമല്ലോ. ആൻഡ് ദാറ്റ്സ് വാട്ട് ദിസ് ഇസ്. ആൻഡ് ഐ തിങ്ക് we love this. We absolutely enjoy this moment. ഇപ്പൊ ഈ ഗുരുജി എന്ന ക്യാരക്ടർ അത് ആക്ച്വലി ഈ സ്റ്റോറി നറേറ്റ് ചെയ്ത് സ്റ്റോറി ബിൽഡ് ചെയ്ത് വന്നപ്പോ തന്നെ ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചതായിരുന്നു? ഇല്ല, സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ അവരുടെ വേറെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാനും അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് എന്നെ ഷൂട്ടിംഗ് പോകുമ്പോൾ കുറച്ച് മുമ്പ്, 2 മാസം മുമ്പ്, അപ്പോൾ ഇവരും എൻ്റെ ഒരു ക്രിയേറ്റീവ് പാർട്ട്ണർ ഉണ്ട്, പ്രവീൺ ശ്രീയാൻ. അവർ ഡിസൈഡ് ചെയ്തു അത് രാജ് ചെയ്താൽ കുറച്ചും കൂടി പുഷ് കിട്ടും ആ ക്യാരക്ടർക്കും പിന്നെ പടത്തിനും. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇത് നമ്മുടെ പടമല്ലേ, അപ്പോൾ എന്താ ജോലി വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അതൊക്കെ വേണ്ടി ചെയ്തത്. പക്ഷെ ഞാനും ചെയ്തിട്ടില്ല ഇത്ര ഒരു ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടർ, വെരി ബോഡി ലാംഗ്വേജ്, പിന്നെ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് വാസ് ഫൺ, ലൈക്ക് ഇറ്റ് വാസ് ഫൺ. ഒരു കോമഡി ക്യാരക്ടറിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഒന്നുമില്ല. ഐ തിങ്ക് വെനെവർ യു റീഡ് എ ക്യാരക്ടർ, നിങ്ങൾക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ എന്തെല്ലാം ടെക്നിക്സ് ഉണ്ട്, അവൻ്റെ സൈക്കോളജി എന്താ, അവൻ്റെ എത്രത്തോളം ഈ സീന് ഒരു ഇതിൻ്റെ ടോൺ എന്താ, അത് നമുക്ക് മനസ്സിലായാൽ അത് പിടിക്കാൻ പറ്റും. ഇത് like even from the beginning we are involved in everything, no? So that's the reason we exactly knew, like, whatever he communicated, avarku endha venu adu enak ariyu. So I think we work together for that. As producer ee kadhil involved avunnundaru, scriptilum shooting time ilokke angane onnilla. I think we tried to better the film together. ഇവിടെ ഇത് ഫ്രണ്ട്സ് ചെയ്യുന്ന ഒരു പാടാണ്. ഇവർ ഡയറക്ടർ, ഇതൊരു ഈവൻ പ്രൊഡ്യൂസർ, ഈവൻ അങ്ങനത്തെ റോൾ ഒന്നുമില്ല. ഇവർക്ക് എന്താ ഹെൽപ്പ് വേണം. എക്സാമ്പിൾ, ചില സമയത്തിൽ ഇവർക്ക് ഒരു വെരി കോംപ്ലിക്കേറ്റഡ് സീൻ, അപ്പോൾ അവരത് പെർഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവർക്ക് സിനിമാറ്റോഗ്രാഫർ നന്നായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമാറ്റോഗ്രാഫർ കിട്ടിയാൽ ഇവർക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ഇവർക്ക്
ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ ഇവർക്ക് ഡബിങ് അത് ഇത് വേറെ വേറെ വർക്ക് അതുണ്ട്. നമുക്ക് ഫാസ്റ്റായിട്ട് എല്ലാം തീർക്കണം. അപ്പോൾ ഞാൻ സന്ദീപിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യും, അവർ മ്യൂസിക് ഡയറക്ടർ സുമേത് കെ അവരുടെ കൂടെ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ട് ഇത് ചെയ്തത് എന്താ വർക്ക് ചെയ്തത്. ദിസ് ഇസ് നോട്ട് എ പ്രൊഡ്യൂസർ ഡയറക്ടർ അങ്ങനത്തെ റിലേഷൻ ഒന്നുമല്ല. വി വാണ്ടഡ് ടു മേക്ക് എ ഗ്രേറ്റ് ഫിലിം ടുഗദർ ആൻഡ് ഹി ഹാഡ് എ വെരി ഗുഡ് ഐഡിയ. ദ വേ ഹി ട്രെയിൻഡ് ആക്ടേഴ്സ്, എല്ലാ ആക്ടേഴ്സും പുതിയ ആക്ടേഴ്സ് തന്നെ, ദ വേ ഹി ഹാൻഡിൽഡ് എവറിഥിങ്, the result that you are seeing, it is all because of him. ഓക്കെ. ഈ ഒരു കഥ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡൻസ് ചെയ്യുന്നോ റിയൽ പീപ്പിളിൽ നിന്നോ ഇൻസ്പയർഡ് വല്ലതാണോ? അല്ല അല്ല, ഇത് ക്യാരക്ടർ കുറെ ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുള്ള ക്യാരക്ടറാണ്. ഈ സ്റ്റോറി അല്ല റിയൽ ഇൻസിഡന്റ് അല്ല. ക്യാരക്ടേഴ്സിന്റെ എന്തൊക്കെയായിരിക്കും അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്? എൻ്റെ സ്റ്റോറിക്ക് ഞാൻ കണ്ടിട്ടുള്ള കുറെ ക്യാരക്ടറിന് ഇത് അഡാപ്റ്റ് ചെയ്തതാണ്. പിന്നെ സ്റ്റോറിക്ക് ആ ക്യാരക്ടറിന്റെ സ്റ്റോറി ഇല്ല ഇടാ. ഇപ്പൊ കഥ എഴുതിയ ടൈമിൽ തന്നെ, സ്ക്രിപ്റ്റ് എഴുതിയ ടൈമിൽ തന്നെ ഈ അശോക എന്ന ക്യാരക്ടറും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ട് ക്യാരക്ടറിന്റെ പേരാണ്. ഇത് റബിയണ്ണ ഉണ്ടായി, എൻ്റെ നാട്ടിലുണ്ട്, അശോക് ഉണ്ടായി, കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ഇത് അതിന്റെ പിന്നെ ഈ നമ്മളെ ഫ്രണ്ട് സർക്കിളുണ്ടല്ലേ, അവർ പറഞ്ഞിട്ടുണ്ടായി ഇത് റബിയണ്ണ പോലെ ഇതായല്ലേ, റവൻ എന്തായി, അത് സ്റ്റോറി എന്തായി, റവൻ്റെ അശോകന്റെ സ്റ്റോറി എന്തായി, അങ്ങനെ കേൾക്കുന്നുണ്ടായി. അതിന്റെ പിന്നെ ആ ഇത് ആ ക്യാരക്ടറിന്റെ പേര് എനിക്ക് ചേഞ്ച് ആക്കാനെ മറന്നുപോയി. കറക്റ്റ് മറന്നുപോയി. അത് കണ്ടിന്യൂ ആയി. റവേണ്ണ, അശോക, പിന്നെ എല്ലാ ക്യാരക്ടർ വേറെ വേറെ ഒന്നാണ്. പിന്നെ ഇവര് തുടങ്ങുമ്പോൾ ഇവരെ ഈ ക്യാരക്ടർ ചെയ്യണം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ഡയറക്ഷൻ ചെയ്യണം അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായി. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ഇവർ നല്ല പെർഫോമറാണ്. വേറെ ഏതായെങ്കിൽ ആൾ വന്നിട്ട് ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, അതൊരു പേടി എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യാൻ ഈ ക്യാരക്ടർ. അപ്പോൾ ഞാനും അവരുടെ ഡയറക്ഷൻ ടീമും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അതൊക്കെ ഈസി ആക്കാൻ എന്തെല്ലാം വേറെ സപ്പോർട്ട് സിസ്റ്റം വേണം അത് നമ്മുടെ ടീമിൽ കൊടുത്തു. നല്ല സിനിമാറ്റോഗ്രാഫറും പിന്നെ നല്ല പ്രൊഡക്ഷൻ ഡിസൈനറും പിന്നെ നല്ല അസോസിയേറ്റ്സും അസിസ്റ്റൻസും അത് കംപ്ലീറ്റ് ആകുമ്പോൾ അവർ കുറച്ചും കൂടി ഈസി ആയി, എളുപ്പമായി. സാറിനെ സംബന്ധിച്ച് പുതിയ ഫിലിം മേക്കേഴ്സ്, ഡയറക്ടേഴ്സ് മാത്രമല്ല എല്ലാ ഏരിയയിലുള്ളവർക്കും പുതിയതായിട്ട് സിനിമയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് അവസരം കൊടുക്കുന്ന ഒരാളാണ്. ആസ് എ ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ, പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്. സോ എങ്ങനെയാണ് രാജ്ബി ഷെട്ടി എന്ന ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് സുമിത് കെ പറഞ്ഞിട്ട്, അവരെ ഞാൻ അപ്രോച്ച് ചെയ്തു. അവൻ്റെ ഏജാണ് 20. ഇപ്പോൾ അവൻ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. അവൻ്റെ മ്യൂസിക് ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. അതൊരു നല്ല സിനിമാറ്റിക് ഫീലുള്ള മ്യൂസിക് ഇതാണ്. അപ്പോൾ ഞാൻ തന്നെ അവനെ അപ്രോച്ച് ചെയ്തു. ഐ തിങ്ക് യുവർ ഗുഡ് വർക്ക് വിൽ ഓൾവേസ് മേക്ക് പീപ്പിൾ അട്രാക്ട് ടുവേർഡ്സ് യു. വർക്ക് ഗുഡ്, ദാറ്റ്സ് ഓൾ. ഡു എ വെരി നൈസ് ഷോർട്ട് ഫിലിം. എന്തായാലും നന്നായിട്ട് ചെയ്താൽ ഞാൻ മാത്രമല്ല ആരായെങ്കിലും നിങ്ങളുടെ കൂടെ വരും. the world doesn't have original creators, in large numbers. If you are an original creator, people will get attracted to you. I think you need to think original and create original. You do that and everything will get attracted. Yeah. Actually 2 years മുന്നേ ടോബിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കന്ന് സാറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഈ സൈഡിൽ ഇരിക്കായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്, പക്ഷെ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു 2 years കഴിയുമ്പോൾ ഞാൻ ആങ്കറിംഗ് ഫീൽഡിൽ നിന്നൊക്കെ പോകും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആഗ്രഹം നമ്മൾ ഈ എപ്പോഴേലും മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട്, അത് എപ്പോഴെങ്കിലും ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞ പോലെ കറങ്ങി തിരിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. സോ ഗ്ലാഡ് ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് പറ്റി. പക്ഷെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കുറച്ച് ടെൻഷൻ. നോർമലി ഇത്ര ഇതായിട്ട് ഇരിക്കില്ല, എന്തോ കുറച്ച് നെർവസ് ആയിപ്പോയി ഇന്റർവ്യൂവിന്റെ സ്റ്റാർട്ടിങ്. So happy, so glad. സാറിനോട് ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റി. അന്ന് സംസാരിച്ചിരുന്നു, സാറിന് ഓർമ്മ ഉണ്ടാവില്ല. അന്ന് 2 years കൂടെ ആയി. അപ്പൊ അതുകൊണ്ടും കൂടെ ഞാൻ ചോദിച്ചത് എല്ലാ രീതിയിലും ന്യൂ കമേഴ്സിന് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇല്ല, ഇപ്പോൾ ഇവർ ന്യൂ കമർ തന്നെ, പക്ഷേ ഇൻഡിപെൻഡന്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇവരുടെ ഫസ്റ്റ് ടൈം. ആ ന്യൂ കമേഴ്സിൽ ഒരു ലവ് പിന്നെ ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇത്ര പടം ചെയ്തിട്ടുണ്ട്, ഞാൻ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. 2017 അത്ര തുടങ്ങിയിട്ടുള്ളൂ ഞാൻ. പക്ഷെ എനിക്ക് ആ ക്യൂരിയോസിറ്റി ഇതുവരെ പോയിട്ടില്ല. എനിക്ക് ഏതായെങ്കിലും
ന്യൂ എലിമെന്റ് ഓഫ് സിനിമ കാണിച്ചാൽ ഞാൻ അതിൻ്റെ ഒരു 1000 ചോദ്യങ്ങൾ വരും എൻ്റെ. I want to learn more. Like, I'll finish music session from his house and go home and he had given me a keyboard small. I'll keep on playing with him and send him. And he's like, why are you not sleeping? I'm like, no, I can't sleep. I think that quality is still there with me. That is so rare, you can lose track of it. Yeah. It can happen. So that's the quality that you get from newcomers. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് പടമാണ്. ആ ഫസ്റ്റ് പടം തുടങ്ങുമ്പോൾ ഈ കറപ്ഷൻ, ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു കറപ്ഷൻ ഉണ്ടാവും. ഇത് ചെയ്താൽ നമുക്ക് വർക്കാവും, ഇത് ചെയ്താൽ നമുക്ക് തെറ്റാവും, അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ വരും. ആ കാൽക്കുലേഷൻ ആണ് കറപ്ഷൻ. ഒറിജിനൽ ഐഡിയ, ഒറിജിനൽ തിങ്കിങ് അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ഫസ്റ്റ് ടൈം ഹീറോ ലീഡായിട്ട് അവർ, ഫസ്റ്റ് ടൈം ഡയറക്ടറായിട്ട് ഇവർ, ഫസ്റ്റ് ടൈം മ്യൂസിക് സ്കോർ ചെയ്തിട്ടുള്ള ഇവർ, സോങ് മ്യൂസിക് ചെയ്തിട്ടുള്ള സുമേത്, ഇവരെല്ലാം ഈ മ്യൂസിക് ഈ പടത്തിന് ഗുണങ്ങൾ ഉണ്ടാക്കും. They will give a lot of greatness to the film. ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ ഏതാണ് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്? ഡയറക്ഷൻ. എല്ലാം ലൈക് ഫുള്ള് എല്ലാത്തിന്റെയും ആ ഒരു ചുമതല ഉള്ളത് കൊണ്ടല്ലേ? അതെ. ആക്ടിങ് ആയെങ്കിൽ അവിടെ ഒരു ഡയറക്ടർ. അതെ, ഇത് ഡയറക്ടർ ആയെങ്കിൽ എല്ലാം നോക്കണം, കാണണം അല്ലേ, അങ്ങനെ. സോ ഡയറക്റ്റ് ചെയ്യാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഡയറക്ഷൻ I have plans, but I don't know when I'll do that. That's all. Like I have a couple of stories which I have not completed because these people are sitting besides me. That's why I'm admitting it. അവർക്ക് ഞാൻ പണ്ട് മുതലേ ഇവർക്ക് എപ്പോ ടോർച്ചർ ചെയ്തു, ഞാൻ അപ്പൊ തന്നെ അവർക്കും ടോർച്ചർ ചെയ്തു. സെയിം ടൈം രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ സ്റ്റോറി എഴുതുന്നു. അവരും നല്ല നരേറ്റർ, ഇവരും നല്ല നരേറ്റർ. അപ്പൊ രണ്ടുപേർക്കും പറഞ്ഞു, ഇവർ കംപ്ലീറ്റ് ചെയ്തു. So once it get completed, I'll die. അപ്പൊ ആ ചോദ്യം വരുമ്പോഴേ അവർക്ക് ഫ്രീ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമുക്കറിയില്ലേ അവരുടെ ഉള്ളിലുള്ള സ്റ്റോറി, നമുക്കറിയും. I came to be an actor, but I want to be a director. You want to be director? I came to be an actor. Like I love acting. Actually, I didn't have I didn't know that I had a writer inside me or a narrator inside me. So that was told to me by Mr. Rajvi Shetty when I narrated one story which I had inside. So I narrated it to him. That's where he told me that you can write, you can direct a film and all. So slowly that process was building inside me, but I never completed my story. But I always wanted to be an actor. So even now now I am in a right place. Even now when the film became successful, that's the first thing I told. Can you complete it? Can you complete something? Ipa, like in which stage that script is? It's in the same stage. No. It is not in the same stage. Like you came after 2 years you are here, no? After 2 years, let's meet him. Hopefully I'll complete that. Do you watch Malayalam movies? Yeah, I watch. I started watching from Maheshante Pratikaram. That was a movie from where I started watching Malayalam films, and most of the Malayalam films I watch. Like any recent films that you like the most? Recent was Thudarum Thiyara. Thudarum was a recent film. Sorry, recent ആയിട്ട് കണ്ടിട്ട് മലയാളം മൂവീസിൽ തുടരും കണ്ടു ഞാൻ. പിന്നെ ഇത് കണ്ടു, അല്ല തുടരും ലാസ്റ്റ് തുടരും കണ്ടു. അതെ, മുരുകാ ഡയലോഗ് അല്ലേ, മുരുകാ. ഏറ്റവും ഇൻസ്പയർ ചെയ്യുന്ന ഇപ്പൊ ഒരു ന്യൂകം അല്ലെങ്കിൽ ഒരു ന്യൂ ഡയറക്ടേഴ്സ് ഫിലിം മേക്കേഴ്സ് മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? നമ്മുടെ മഞ്ജുമൽ ബോയ്സിന്റെ പുതിയ ഡയറക്ടർ അല്ല, പക്ഷെ അവരുടെ വർക്ക് നല്ല ഇൻസ്പയറിംഗ് വർക്കാണ്. ആ സ്റ്റോറി ടെല്ലിങ്, വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്, അവരുടെ സ്റ്റോറി ടെല്ലിങ്ങിൽ കുറച്ചും കൂടി അവർ ആ സിനിമാറ്റിക് പോസിബിലിറ്റി അവർ എക്സ്പാൻഡ് ചെയ്തു. സോ ചിദംബരം ഇസ് റൈറ്റ് നൗ ഐ ലൈക്ക് ഹിസ് വർക്ക്. ഇറ്റ്സ് നോട്ട് എ ന്യൂ ഡയറക്ടർ, ബട്ട് ഇസ് എ ഗുഡ് ഡയറക്ടർ. പിന്നെ ആവശ്യത്തിൻ്റെ ഡയറക്ടർ ജിതുരുടെ വർക്കും നല്ല വർക്കാണ്. സോ നമ്മുടെ ഇതിൻ്റെ കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ ഡയറക്ടർ നല്ല വർക്കാണ്. മലയാളത്തിലൊരു മൂവി ഡയറക്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെ ബൈലിംഗ്വൽ ഒരു ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്.
ഒരു സ്റ്റോറി ഉണ്ട്, ആ സ്റ്റോറി രണ്ട് ഇതുക്കും സെറ്റപ്പും നന്നായിട്ട് മാച്ച് ആവും. കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റും, കാണാം ഫ്യൂച്ചറിൽ കാണാം. ഉണ്ടാവും അങ്ങനെ. അതെ. മലയാളത്തിൽ ഉണ്ടാവോ ഇനി അടുത്ത മൂവി? ഡയറക്ഷൻ ചെയ്യുന്നു ഡയറക്ഷൻ ആൻഡ് ആക്ടിംഗ് മോ? ഇപ്പൊ ഒന്നുമില്ല, പ്ലാൻ ഇല്ല. ഇല്ല. അടുത്ത മൂവിയുടെ ഡയറക്ഷൻ അടുത്തത് തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇതെല്ലാം ഇതിപ്പോ റിലീസ് ആവണം. അതെ ഇത് കഴിഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ. ഇതിപ്പം ഓൾറെഡി അവിടെ വലിയായിട്ടാണ് അവിടെ പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് ആ കിട്ടി. അല്ല ഇപ്പൊ അടുത്ത ന്യൂ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ഹോട്ട്സ്റ്റാറിന്റെ ഒരു സീരീസ് ഒക്കെ കൊണ്ടിരിക്കുകയാണ് മിഥുൻ മാനുവൽ തോമസിന്റെ. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നില്ല, അതുകൊണ്ട് ടൈറ്റിൽ ഞാൻ പറയുന്നില്ല. സോ അതിന്റെ ഒരു 10 പാർട്ട് സീരീസ് ആണ്, ഒരു ക്രൈം ത്രില്ലർ പരിപാടിയാണ്. സോ അതിന്റെ സ്കോറിംഗ് ഇസ് ഹാപ്പനിങ്. Okay. Your upcoming works? No, as of now, nothing. Just enjoying the process. enjoying the Very success happy. actually. Huh? Process is done. Success. Enjoying the success and very happy. Okay. Sir, new upcoming projects? അവിടെ കന്നഡത്തിൽ 45 പറഞ്ഞിട്ട് ഒരു പടം ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ആയി. അതിപ്പോൾ ഞാനും ശിവണ്ണ പിന്നെ ഉപേന്ദ്ര സർ കാസ്റ്റിംഗ് ആണ് അതിൻ്റെ. പിന്നെ അതിനുശേഷം ഒരു അക്കാസ ബുറുതൽ പറഞ്ഞിട്ട് ഒരു പടം കംപ്ലീറ്റ് ആയി. വേറെ ഒരു 2 പടം ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ അനൗൺസ്മെൻ്റ് ആയിട്ടില്ല, കന്നഡ പടം. പിന്നെ ഹിന്ദിയിൽ ബന്ദർ പറഞ്ഞിട്ട് ഒരു പടം ഇപ്പോൾ ടൊറോണ്ടോ ഫെസ്റ്റിവലിൽ പോയി, അനുരാഗ് കശ്യപ് പടം, അതിലൊരു ചെറിയ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. Acting wise, new movies? തുളു ഉണ്ട്, ഒരേ പടം ഉണ്ട് തുളു. മലയാളത്തിൽ അഭിനയിക്കണം എന്നുണ്ടോ? ആഗ്രഹമുണ്ട്. ഉടനെ ഉണ്ടാവോ? അപ്പൊ ഉടനെ ഇല്ല, ആരെങ്കിലും ചാൻസ് ചാൻസ് കൊടുത്തു. നല്ല ആക്ടർ തന്നെ. അതെ, ദിലീഷ് പോത്തൻ സാറിന്റെ പടത്തിൽ ആഗ്രഹമുണ്ട് അഭിനയിക്കണം. ഉടനെ ഉണ്ടാവട്ടെ, ഒരു കോളൊക്കെ വരട്ടെ പെട്ടെന്ന് തന്നെ. അപ്പൊ എന്തായാലും സൂ ഫ്രം സോ ദിസ് ഫ്രൈഡേ August 1 റിലീസ് ആവുകയാണ്. കേരളത്തിൽ റിലീസ് ആവുകയാണ്, ഓൾറെഡി അവിടെ റിലീസ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും സിനിമ ഇവിടെയും വലിയൊരു വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.